ഇന്നും നിരാശ. ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപെ 9 തവണ ഡൈവിംഗ് നടത്തിയിട്ടും ട്രക്കിന് അടുത്തെത്താനായില്ല. നാളെ വീണ്ടും ദൌത്യം പുനരാരംഭിക്കും. അർജുന്റേതെന്ന് കരുതുന്ന ട്രക്ക് ഉണ്ടെന്നുറപ്പിച്ച പോയിന്റ് നമ്പർ 4ലാണ് പരിശോധനകൾ ഇന്ന് നടന്നത്. ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഇന്ന് പരിശോധന നടത്തിയിരുന്നത്. വെള്ളത്തിനടിയിലെ പാറക്കല്ലുകളും വെല്ലുവിളിയായി. ദൌത്യം ഇന്നും അതീവ ദുഷ്കരമായിരുന്നു. 9 തവണയാണ് ഈശ്വർ മാൽപെ ഗംഗാവലിയിൽ പരിശോധന നടത്തിയത്. മാൽപെ ഡൈവിംഗ് നടത്തിയ പ്രദേശത്ത് മുളകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോഹസാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഡൈവ് ചെയ്തത്. നാളത്തെ തിരച്ചിൽ സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കും. നരിക്കുനി കള്ളനോട്ട് കേസ് മുഖ്യപ്രതികൾ പിടിയിൽ. പ്രിന്ററുകളും സ്കാനറുകളും പിടിച്ചെടുത്തു. നരിക്കുനിയിലെ കള്ളനോട്ട് കേസിലെ മുഖ്യപ്രതികൾ പിടിയിൽ. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി സുനിൽകുമാർ, താമരശ്ശേരി കൈതാപ്പൊയ്കയിൽ ഷൌക്കത്തുള്ള എന്നിവരാണ് പിടിയിലായത്. ഹൊസരൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്നുമാണ് പിടിയിലായത്. കള്ളനോട്ട് നിർമ്മാണത്തിലുള്ള പ്രിന്ററുകൾ, സ്കാനറുകൾ, ലാമിനേഷൻ മെഷീൻ, ഫോയിൽ പേപ്പർ, ഇൻജെക്ട് ഇങ്ക് എന്നിവയും കണ്ടെടുത്തു. കേസിൽ നേരത്തെ 6 പേർ പിടിയിലായിരുന്നു. നരിക്കുനിയിലെ മണി ട്രാൻസ്ഫർ കേന്ദ്രത്തിൽ കള്ളനോട്ടുകൾ നൽകിയായിരുന്നു തട്ടിപ്പ്. അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് 33 വർഷം കഠിന തടവും പിഴയും. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിന് 33 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. ഫറൂഖ് ചെറുവണ്ണൂർ സ്വദേശി തളിക്കാട്ടുപറമ്പ് വീട്ടിൽ കെ ബിജുവിനാണ് കോഴിക്കോട് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2016 ജൂൺ മുതൽ 2017 ഓഗസ്റ്റ് വരെ പല ദിവസങ്ങളിലായി അശ്ലീല വീഡിയോ മൊബൈലിൽ കാണിച്ച് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പിഴസംഖ്യ അതിജീവതയായ പെൺകുട്ടിക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം 2 മാസവും കൂടി തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. കണ്ണൂരിൽ വൻ കുഴൽപ്പണവേട്ട. 46 ലക്ഷവുമായി 2 പേർ പിടിയിൽ. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻ കുഴൽപ്പണ ഇടപാട് സംഘം പിടിയിലായി. പിടിയിലായവരുടെ പക്കൽ നിന്നും രേഖകളില്ലാത്ത 46 ലക്ഷം രൂപയാണ് പിടികൂടിയത്. മഹാരാഷ്ട്ര സ്വദേശികളായ സത്യവാങ്, ആദർശ്, ശിവജി എന്നിവരാണ് പിടിയിലായത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുഴൽപ്പണ ഇടപാട് നടക്കുന്നുണ്ടെന്ന പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത്. കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിനു ശേഷം പണം തൊണ്ടി മുതലായി കണ്ടുകെട്ടി. കുഴൽപ്പണ കടത്തു സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായവരെന്നാണ് പോലീസ് സംശയം. കോട്ടയത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. 30ഓളം പേർക്ക് പരിക്ക്. കോട്ടയം തലിയോലപ്പറമ്പിനടുത്ത് വെട്ടിക്കാട്ടുമുക്ക് ഗുരുമന്ദിരം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 30ഓളം പേർക്ക് പരിക്ക്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളത്ത് നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോവുകയായിരുന്ന ആവേ മരിയ എന്ന ബസ്സാണ് വൈകിട്ട് 7:15 അപകടത്തിൽപ്പെട്ടത്. വളവ് വീശിയെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് സമീപത്തെ അക്ഷയ കേന്ദ്രത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു.